മക്കൾ ഇവിടെ ഇറങ്ങിക്കോ, പടച്ചോ നിങ്ങളെ രക്ഷിക്കട്ടെ. ഹലോ, അതെ, കർമ്മഭൂമി. എന്താ? മിനിസ്റ്ററുടെ പ്രോഗ്രാം വിശദമായി അറിയില്ല. അതെ, ഇനി ഇലക്ഷൻ കഴിയുന്നത് വരെ അദ്ദേഹം ഇവിടെ കാണും. അറിയില്ലല്ലോ. ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കൂ. ശരി. ആളുകളുടെ വിചാരം എന്താ? മേനോ സാർ ഇപ്പോഴും കർമ്മഭൂമിയുടെ MD ആണെന്ന്. ഇവിടെ വിളിച്ചല്ലേ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? 3-4 മാസം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നല്ലോ. മന്ത്രിസഭ പുനർസംഘടന നടന്നപ്പോ മേനോൻ സാർ കയറുമെന്ന് ആരും കരുതിയില്ലല്ലേ? പ്രൈം മിനിസ്റ്ററുടെ നിർബന്ധമല്ലേ? മേനോൻ സാർ ഒഴിയാൻ ഒരുപാട് ശ്രമിച്ചതാ. മൂപ്പർക്ക് പണ്ടേ പവറിലൊന്നും ഒരു താല്പര്യമില്ലല്ലോ. അതെ, ഭീഷ്മരുടെ റോളാ ഇഷ്ടം. ഒരു ഗുരുസ്ഥാനത്ത്. ഇതൊന്ന് കേട്ടു നോക്കണം. വായിച്ചോളൂ. ജനനായകന് വമ്പിച്ച വരവേൽപ്പ്. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ വിശ്വനാഥ മേനോൻ സ്വീകരിക്കാൻ ജന്മനാടിനൊരുങ്ങുകയാണ്. ഇപ്പോൾ പാർലമെന്റ് മെമ്പറല്ലാത്ത ശ്രീ മേനോൻ ഈ മാസം 28-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ്. ലേബർ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ തമ്പിയാണ് മുഖ്യ എതിരാളിയെങ്കിലും ശ്രീ മേനോന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടലുകൾ. മോമലിക, ഇന്നേക്ക് 5 ദിവസമായി കോളേജിൽ കയറിയിട്ട്. നാളെ എങ്കിലും ഒന്ന് കയറാൻ പറ്റുമോ? എന്റെ സഖാവേ, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി ഇലക്ഷൻ വന്ന് തലേക്കറി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കോളേജ്. ക്ലാസ് പോകുന്നതിന്റെ അല്ല, ASക്കാർ കുറച്ച് ദിവസമായി ഭയങ്കര വെമ്പല്ല. നമ്മുടെ കുറച്ച് അനുഭാവി പിള്ളേരെ തല്ലിന്നൊക്കെ കേട്ടു. അനുഭാവികൾക്ക് 2 കിട്ടുന്നത് നല്ലതാ. അതോടെ അവർ ഉറച്ച പ്രവർത്തകരായിക്കോളും. പിന്നെ ASക്കാർ 2 ചാർത്തണമെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും മുരുകനോട് പറഞ്ഞിട്ട് ഏർപ്പാടാക്കാം. തമ്പി സാർ ലക്ഷ്മൺ എത്തിയല്ലോ. എങ്ങനെയുണ്ട് തമ്പി സാറേ ഉൾനാട്ടിലെ സ്ഥിതിയൊക്കെ? ആള് കൂടുന്നുണ്ട്. ലക്ഷ്മണന്റെ പ്രസംഗം എല്ലായിടത്തും തകർപ്പൻ. രാമേട്ടൻ എവിടെ? അകത്തുണ്ട്. മേനോ നാളെ എത്തുന്നതോടെ അവരുടെ ക്യാമ്പ് ഒന്ന് ഉഷാറാവും. അവരുടെ കുത്തയല്ലേ രാമേട്ട ഈ മണ്ഡലം. മേനോന് കിട്ടാൻ പോകുന്ന പേഴ്സണൽ വോട്ടുകൾ വേറെ.
നമുക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയാലും ജയമെന്ന് കരുതുകയല്ലാതെ ആളുകൾക്ക് ഭരണം അടുത്തു കഴിഞ്ഞു, അത് വ്യക്തമാണ്. മാറ്റം അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പിന്നെ വ്യക്തിപരമായി മേനോനെ താറടിക്കാൻ കിട്ടുന്നത് എന്തും നമ്മൾ വിടരുത്. ഈ ആദർശവാൻ കുപ്പായമിട്ട് മേനോൻ വലിയൊരു ഇമേജ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. തറവാട്ട് പത്രത്തിന്റെ പിൻബലത്തിൽ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് പൊളിക്കാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ആ, നമുക്കൊരു കൈ നോക്കാം. എന്താ ഞാൻ ഇറങ്ങാണ്. നാളെ കാലത്ത് പ്രചരണ ജാഥ ഉണ്ടല്ലോ. എന്താ സ്റ്റീഫൻ, ബോട്ട് ഡ്രൈവേഴ്സ് രാത്രിയില്? ഈ നാടൻ വള്ളക്കാരെ കൊണ്ട് രക്ഷയില്ലാത്ത അവസ്ഥയാണ് മുതലാളി. നമ്മുടെ ബോട്ടുകാരുമായിട്ട് ഇന്നും കശപിശ നടന്നു. ഈ കഴിവറികൾ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ബാപ്പു, നീ ഒന്നും വിചാരിച്ചാൽ അവറ്റകളെ നിലക്കി നിർത്താൻ പറ്റില്ലേ? അതോ ഈ വള്ളക്കാർ കാരണം ഞാൻ ഈ ചെമ്മീൻ ഫാക്ടറി അടച്ചു പൂട്ടണോ? മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ. മുതലാളി പറഞ്ഞിരിക്കുന്നു, അടിയെങ്കിൽ അടി. കടലിലിട്ട് എന്താന്ന് വെച്ചാൽ അങ്ങ് പെരുമാറിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ? അത് മതി, അത് കേട്ടാ മതി. എന്നാ ഞങ്ങള് സ്റ്റീഫ, ഓ മനുഷ്യ വന്നില്ലേ? ഓ ഇന്നിനി ആര് വിളിച്ചാലും എനിക്ക് ഫോൺ തരണ്ട. ശരി. ബോറടിച്ചു അല്ലേ മനുഷ്യ? നോ സർ. ഒരു മുടിഞ്ഞ പണിയായി ജാഥയും പ്രസംഗമൊക്കെ. ഒന്ന് റിലാക്സ് ആയിട്ട് എത്ര ദിവസമായി? അതാ നിന്നോടൊന്ന് വരാൻ പറഞ്ഞ്. ഒരു അലന്ന ഷർട്ട് ചോറിഞ്ഞിട്ട് വയ്യ. നീ പോയി ഡ്രിങ്ക് എടുത്തിട്ട് വാ. വാട്ട് അബൌട്ട് യു? നോ താങ്ക്സ്. താൻ ഇനി എന്നാടോ ഈ കാര്യത്തിലൊക്കെ ഒന്ന് റെഡിയാവുക? മോഹൻ തമ്പിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഡ്രിങ്കിന് കൂടി ഇല്ലെന്ന് പറഞ്ഞാൽ വാ. മിറാക്കിൾസ് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ജയിച്ചേക്കും. അത്ര ഗ്യാരണ്ടി ഇല്ലാത്തൊരു കളിയാ ഈ ഇലക്ഷൻ. കർമ്മഭൂമിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്നും തെറിച്ചപ്പ് മുതൽ എന്റെ ആഗ്രഹമായിരുന്നു മേനോനും ദത്തുപുത്രനുമെതിരെ എവിടെയെങ്കിലും വിട്ട് ഒരു കളി കളിക്കണമെന്ന്. അവരുടെ തറവാട്ട് തൊത്ത് പോലെയല്ലേ ഈ മണ്ഡലം. കർമ്മഭൂമിയോടുള്ള പാഷൻ ഇതുവരെ മാറിയിട്ടില്ല. എങ്ങനെ മാറാനാ? നിനക്കറിയാമോ, പത്രം പവറല്ലേ മനുഷ്യ. എന്റെ ടാർഗറ്റാണത്. ഒരു ദിവസമെങ്കിലും അതിന്റെ MD-യുടെ ചെയറിലിരിക്കുക എന്നുള്ളത്. ദേവൻ മേനോൻ സാറിന്റെ മാരിയല്ല, എല്ലാ അട്രോസിറ്റീസും ഉണ്ടല്ലേ. അനാഥാലയത്തിൽ നിന്നും വന്നതല്ലേ. മേനോന്റെ മരിച്ചുപോയ ഭാര്യ തപ്പിയെടുത്തതാ. ഏതവന്റെ വിത്താണെന്ന് ആർക്കറിയാം? റൂട്ട്സ് നോക്കി പോയാൽ ഏതെങ്കിലും ഒരു ഗജ ഫ്രോഡിനെതായിരിക്കാനാണ് സാധ്യത. ഹലോ, അതെ ദേവനാണ്. ആ ഓ, അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു. ആ, ഒരു 12:30 മണിയോടുകൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇനി ഇവിടെ ഉണ്ടല്ലോ. ഒരു ദിവസം സൗകര്യം പോലെ വരൂ. ആ, ഇന്നലെ ഒരു കാൽനട പ്രചരണ ജാഥയുണ്ടായിരുന്നു. അയ്യോ, ഒരു എളിയ പാർട്ടി പ്രവർത്തകന്റെ സ്ഥാനം മതിയേ, വേറെ ദുരാഗ്രഹങ്ങളൊന്നുമില്ല. ഓ, അപ്പൊ ശരി, ഓക്കെ. ആ രാഘവ, പാലപ്പുറം വന്നില്ലേ? വരുന്നുണ്ട്. നമസ്തേ. 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 പാലപ്പുറം പ്രവർത്തന രംഗം ഡൽഹിക്ക് മാറ്റാൻ പോകുന്ന ഒരു ശ്രുതി കേട്ടല്ലോ. എന്തിനാ എന്റെ കേശവ വേണ്ടാതീനം പറയുന്നത്? ഞാൻ ഇവിടെയൊക്കെ അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞു കൂടിക്കൊള്ളാം. ഗ്രാമങ്ങളിലേക്ക് പോകാനാ സത്യത്തിൽ എന്റെ ആഗ്രഹം. അങ്ങനെയാണല്ലോ മഹാത്മാജി പറഞ്ഞിട്ടുള്ളതും. എന്നെ ഇവിടുന്ന് തുരത്തിയേച്ച് വല്ല കേസ് കെട്ടും മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് പറഞ്ഞാ മതി. അപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ദേവനെ ഒന്ന് കാണണം. വരട്ടെ. കെട്ടിയോളുടെ പുറകെ നടക്കാനുള്ള യോഗ്യത ആൾക്കുള്ളൂ. അവരല്ലേ എല്ലാത്തിന്റെ ഒരു സെറ്റപ്പ്. സിസിലി ആരാ സാധനം? ദേവനെ ചുറ്റി വരിഞ്ഞ് നിർത്തിയിരിക്കല്ലേ. എന്റെ ദേവ, ആ ഹാജിയാർ ഇരിക്കെ പുറത്ത് തരുന്നില്ല കേട്ടോ. അയാളുടെ ആ മുടിഞ്ഞ ഇൻഡസ്ട്രിയൽ ലൈസൻസിന്റെ കാര്യം അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കണേ. അയാൾ കിടന്ന് പെടച്ചിട്ടെന്താ? ഇങ്ങോട്ട് വരേണ്ടത് മുഴുവനും ഇങ്ങ് എത്തിയില്ലല്ലോ. കള്ള മൂരാച്ചിയാ. കാര്യം നടന്നാ പിന്നെ മഷിയിട്ടാ കാണില്ല. സിസിലി, തന്റെ ഭർത്താവിന് ഇനി ഒരുപാട് കോച്ചിങ്ങിന്റെ കുറവുണ്ട്. പലപ്പോഴും ആ ഷാർപ്പ്നെസ് കാണിക്കുന്നില്ല. ഇത്രയും വരെ ആക്കിയെടുത്ത പാട് എനിക്കറിയാം. നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പൊതു സ്വഭാവമല്ലേ, ഭാര്യമാരുടെ താങ്ങില്ലാത്ത നേതാക്കന്മാര് കുറവാ. ആ, സമയം കളയാതെ വേഗം പോവാൻ നോക്ക്. ആ. പോകുന്ന വഴിക്ക് ആ ശങ്കർജിയും കൊടുത്ത് കാറിലിട്ടോണം. ആ.
പാർട്ടി ഓഫീസിലെ സ്വീകരണത്തിന് കിളവന്റെ പ്രസൻസ് നല്ലതാ. മേനോ സാർ എത്തിയാ പിന്നെ ഉപ്പ് കൂർക്കാൻ പോയ ചില കിളവൻ പീസുകളുടെ ശല്യം കൂടും. ഓ സമയം. എയർപോർട്ടിൽ ഒരു മേളം സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഇതാ ഞാൻ ഇറങ്ങട്ടെ. ചെല്ല്. നീ എവിടെ ഇരുന്നോ? അയ്യേ. എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ഇന്ന് വൈകിട്ട് പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വെച്ച് വിശദമായി കാണാം. സാർ, ഒറ്റ ചോദ്യം സാർ. സുനിശ്ചിതമെന്ന് കൊട്ടി ഘോഷിക്കപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ നേരിയ ആശങ്ക സൃഷ്ടിച്ചതുകൊണ്ടല്ലേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാർ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്താ ഈ ചോദ്യത്തിന്റെ പ്രകോപനത്തിൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാവുന്നതാണോ? ഒന്ന് ക്ഷമിക്കേ, ഈ ചോദ്യം ഞാൻ മറക്കില്ല. വൈകുന്നേരം മറുപടിയും തരാം. കൊച്ചനെ, കഴിഞ്ഞ 30 വർഷമായി ഇന്ത്യയിലെ നമ്പർ 1 പത്രങ്ങളിൽ ജോലി ചെയ്യും, സ്വന്തമായി വലിയൊരു പത്രസ്ഥാപനം നടത്തുകയും ചെയ്ത ആ മനുഷ്യന്റെ അടുത്താണോ നിന്റെ ഈ ചെളി നമ്പർ ഇറക്കുന്നത്? എടാ, നൊത്തോലിക്കുള്ള ചൂണ്ട സ്രാവിനറിയത്. ഈ ജീർണിസ്റ്റ് എടുത്ത് വിളിക്ക. ഒരു 4-4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉറപ്പാ. മോഹൻ തമ്പിയുടെ കെട്ടിവെച്ച കാശ് പോകുന്ന അവരുടെ പാർട്ടിക്കാർ എന്ന് പറയുന്നു. നിങ്ങളുടെ ഈ അതിരുകടന്ന ആത്മവിശ്വാസം അപകടമാണ്. സ്ഥാനാർത്ഥി മേനോൻ സാർ ആയതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം പാറ പോലെ ഉറച്ചതാണ്. സാർ ഇലക്ഷന്റെ അന്നൊന്ന് വന്നേച്ചാൽ മാത്രം മതിയായിരുന്നു. ഞങ്ങൾ സാറിന്റെ ഒരു ഫോട്ടോ വെച്ച് പ്രചരണം നടത്തും. ആഹാ, സ്വീകരണത്തിന്റെ ബഹളത്തിനിടയ്ക്കൊന്നും കണ്ടില്ല. എന്താ ഇപ്പോ പ്രവർത്തന രംഗത്തൊന്നും ഇല്ലേ? അയ്യോ, യുവ തുർക്കിയല്ലേ, തുർക്കി യുവജന വിഭാഗത്തിന്റെ തീപ്പന്തം. അടുത്ത ഇലക്ഷന് ഞങ്ങൾ ദേവന്റെ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു അല്ലേ? അബദ്ധം പറയാതിരിക്കടോ. ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും തഴക്കവും സൽപ്പേരും ഒക്കെ ഇവനുണ്ടാകട്ടെ, എന്നിട്ട് മതി. ഞാനന്ന് അമ്പലത്തിൽ പോയിരുന്നു. അച്ഛന്റെ പേരിൽ ഒരു പ്രത്യേക പൂജയുണ്ടായിരുന്നു. പിന്നെ അനാഥാലയത്തിലൊരു അന്നദാനം അമ്മയുടെ പേരിൽ. ഇന്ന് 14ാം ചരമവാർഷികമല്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ഈ തിരക്കിലും ബഹളത്തിലും പലതും നഷ്ടപ്പെടുന്നു. സ്വകാര്യ ജീവിതവും കടമകളും ഒക്കെ. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ ഊണ് കഴിക്കാൻ വരണം. തിരക്കിനിടയിൽ അത് മറക്കരുത്. ഞാൻ വരാം. ഘടകകക്ഷികളുടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞോട്ടെ. സാറിന്റെ ഭാഗ്യമായി മോൻ. എന്തൊരു സ്നേഹം! സ്വന്തം മക്കള് കാണിക്കയില്ല ഇക്കാലത്ത്. സേനൻ, ചന്ദ്രസേനൻ, ഇതല്ലേ വീട്? അതെ, ഞങ്ങൾ കാസർഗോട്ടിൽ നിന്ന് വരിക. അദ്ദേഹത്തെ ഒന്ന് കാണുമായിരുന്നു. ഈ നിൽക്കണ എല്ലാരും കാണാൻ തന്നെ വന്നിരിക്കണത്. ആദ്യം വന്നവർ ചിലർ അകത്തുണ്ട്. എന്തോ പ്രശ്നം തീർപ്പാക്കൊണ്ടിരിക്കുക. കുറച്ചേരം കാക്കേണ്ടി വരും. നമസ്കാരം. ശേക്കുട്ടി അറിയില്ലേ? സേനന്റെ വലം കയ്യാ. കാര്യം ആദ്യം മൂപ്പരോട് പറഞ്ഞാൽ മതി. ആ കെട്ടൊഴിപ്പിക്കുന്ന പ്രശ്നം ഇന്ന് ആർക്കെല്ലാം കിട്ടുമെന്ന് അറിയില്ല. ആ ചെല്ല്. സേനൻ, ആ പേര് മറക്കരുത്. പോലീസും കോടതിയും എല്ലാം സേനൻ തന്നെയാ. മനസ്സിലായടാ? എന്നെ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. ഇനി അവിടെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഇല്ല, ഒരാഴ്ചക്കുള്ളിൽ ഇവൻ നിന്റെ കട ഒഴിഞ്ഞു തരും. ശരി സാർ. എന്താ? എന്താ ഇത്? കോൺട്രാക്ടർ വാസുവേട്ടൻ തന്നയച്ചതാ. ഇവിടുത്തെ സൗകര്യം പോലെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. മാധവേട്ടാ, എത്രയുണ്ടോ? 50. ആ ശരി ശരി. ഓ, പിറന്നാളുകാരി പിണങ്ങി നിക്ക. അച്ഛന്റെ സമ്മാനം കിട്ടിയില്ലാന്ന്, എന്നിട്ട് കാപ്പി പോലും വേണ്ടൂന്ന്. എവിടെ അവൾ? അച്ഛന്റെ മോള് വാ, അച്ഛന്റെ പുന്നാര മോള് വാ. സമ്മാനം. അയ്യോ, എന്താ ചെയ്യാ, മറന്നല്ലോ. അറിയാമായിരുന്നു. അതിനല്ലേ ഞാനൊക്കെ ഇവിടെ ഉള്ളത്. ആ സമ്മാനം ആ പിടിക്കേ. മാധവേട്ട, വിഷ്ണു വരുമോ?
എല്ലാരും കൂടി ഇന്നെങ്കിലും ഒരുമിച്ച് ഉണ്ണാനുണ്ടായിരുന്നാൽ. ഞാൻ പോയി വിളിക്കാം മോളെ. ആ ആ എഞ്ചിനീയർ ആ ഞാൻ വരാം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനുള്ള സമയം കൊടുക്കില്ല എന്ന് വെച്ചാ. എന്താ എഞ്ചിനീയർ സാറേ, സേനനെ മറന്നോ? അയ്യോ അല്ല, ആ ബൈപ്പാസ് റോഡിന്റെ ലാൻഡ് അക്വിസിഷനില് എന്റെ ചില താല്പര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ മറന്നു അല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല, ഒക്കെ രാഷ്ട്രീയക്കാരുടെ. കേക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫൈനൽ പ്ലാൻ. റോഡ് അതിലെ തന്നെ വന്നിരിക്കണം. എന്താ പ്രശ്നം? സാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജയൻ നമ്പ്യാരെ സേനന്റെ ഗുണ്ടകൾ വന്ന് പിടിച്ചോണ്ട് പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈഫാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അതിന് താനെന്തിനാ ഇങ്ങനെ വികാരം കൊള്ളുന്നത്? സർ, ഡിപ്പാർട്ട്മെന്റിന്റെ മുഖത്ത് തുപ്പുന്ന പോലെയാണ് സേനന്റെയും അവന്റെ അനിയൻ വിഷ്ണുവിന്റെയും പ്രവർത്തികൾ. എത്ര കാലം ഇത് സഹിക്കുന്നു സർ? കാക്കി കുപ്പായിട്ട് നമ്മൾ ചിലർ വെറുതെ പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. സേനനും അവന്റെ അനിയനുമാണ് നഗരം ഭരിക്കുന്നത്. ഒരുത്തനുമില്ല, ഒരു നിയമവുമില്ല അവരെ തടഞ്ഞു നിർത്താൻ. എടോ, തനിക്കിത് എന്ത് പറ്റി? ഒരു വാക്ക് പറയണം സർ, സേനനെയും അവന്റെ ആൾക്കാരെയും തൂക്കിയെടുത്ത് ലോക്കപ്പിലിടാം. അതിനവൻ എന്ത് തെറ്റ് ചെയ്തു? സേനെതിരെ എന്ത് തെരുവിളാ ഉള്ളത്? അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാര്യയുടെ പരാതിയുണ്ട് സർ. ഒരു മിനിറ്റ് തായിരിക്കേ. ഹലോ, ഞാൻ ശങ്കരനാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ. സേനനെ ഒന്ന് കിട്ടണം. സർ. കമ്മീഷണറാ? സേനൻ. നമസ്കാരം, ഇത് ഞാനാടോ. എന്താണ് സർ വിശേഷിച്ച്? സേന, ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജയൻ നമ്പ്യാരെ തന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയെന്നോ? അയ്യോ, എന്താ സർ, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. കമ്മീഷണറാ, നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ഹലോ, ആര് പറഞ്ഞു? ഏയ്, വെറുതെ നുണയാണത്. കമോൺ. ഞാൻ മിസ്റ്റർ സേനനെ കാണാനായിട്ട് വന്നാണ്. ഞാൻ തന്നെ വന്നാണ്, അല്ലാതെ. എന്താടോ? സോറി സർ. എടോ ജയപാലേ, ഒരു സീനിയർ ഓഫീസർ എന്ന നിലയ്ക്ക് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കൊരു ഉപദേശം തനിക്ക് തരാനുണ്ട്. എല്ലാം കാണാനും എല്ലാം കേൾക്കാനും മെനക്കെടരുത്. പകലൊക്കെ അങ്ങനെ പോട്ടെ, രാത്രിയില് ഒരു 4 എണ്ണം വീശിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഏത് മനസ്സിലായോ? ആ, ചെല്ല് ചെല്ല്.